ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ദ ടൈപ്പ് ഓഫ് ഓക്സൈഡ് ഫോംഡ് ബൈ ദി എലമെന്റ് എമംഗ് ലിഥിയം, സോഡിയം, ബെർലിയം, മാഗ്നീഷ്യം, ബോറോൺ ആൻഡ് അലുമിനിയം ദാറ്റ് ഹാസ് ലീസ്റ്റ് അറ്റോമിക് റേഡിയസ് എന്നാ. എടാ ലിഥിയം, സോഡിയം, ബെർലിയം, മാഗ്നീഷ്യം, ബോറോൺ, അലുമിനിയം എന്നൊക്കെ പറയുന്നതിൽ ഏറ്റവും ചെറിയ ആൾക്കാരാരാ? എടാ പീരീഡിന് നമുക്കറിയാം, പീരീഡിന്റെ അക്രോസ് വരുമ്പം സൈസ് കുറയല്ലേ ചെയ്യുക. അപ്പൊ പൊതുവെ ബോറോണും അലുമിനിയത്തിന്റെ സൈസ് ഒക്കെയാണ് പൊതുവെ ഇവിടെ കുറവ് അല്ലേ. ഇത് ലിഥിയം, ഇത് സോഡിയം, പിന്നെ ഇതാരാ? ബെറിലിയം. ബെറിലിയത്തിന് താഴെയാണ് ആരുണ്ടാവുക? മാഗ്നീഷ്യം ഉണ്ടാവുക. ഇത് ബോറോൺ, ഇത് അലുമിനിയം. പൊതുവെ നമുക്കറിയാം ഇങ്ങോട്ട് വരുമ്പോൾ സൈസ് കുറഞ്ഞ് വരില്ല ചെയ്യാം. അപ്പൊ എന്തായാലും ഏറ്റവും സൈസ് ഇവിടെ കുറവ് പൊതുവെ ബോറോണാണ്. അപ്പൊ ബോറോൺ അല്ലെങ്കിൽ അലുമിനിയം ആ റേഞ്ചിലൊക്കെയാണ് വരിക. അപ്പൊ ഇവിടെ ബോറോണിന്റെ സൈസ്, ബോറോൺ പൊതുവെ അതായത് ഏത് ഗ്രൂപ്പാ? നമുക്കറിയാം 13th ഗ്രൂപ്പാ. ഈ 13th ഗ്രൂപ്പിന്റെ വാലൻസി എന്താ? 3 അല്ലേ? 3 ആണല്ലോ. അപ്പം ഇത് രണ്ടാൾ ഞാൻ എ ആയിട്ട് എടുത്തു. ഞാൻ ബോറോൺ തൽക്കാലം എന്തായിട്ട് എടുത്തു? എ ആയിട്ട് എടുത്തു. ആ ബോറോണിന്റെ വാലൻസി 3 ആണ് അല്ലേ? 2,3 അല്ലടാ, അല്ലെ 2,3 അല്ലേ? അത് അറ്റോമിക് നമ്പർ 5 2,3. അലുമിനിയം എന്താ? 2,8,3. വാലൻസി 3. അപ്പൊ എയുടെ വാലൻസി 3 ആണ്. ഓക്സൈഡ് ആകുമ്പോൾ ഓക്സിജന്റെ വാലൻസി എന്താ? -2 ആണ്. നിങ്ങൾക്ക് അറിയാം ഒരു കെമിക്കൽ ഫോർമുല എങ്ങനെ എഴുതുക? ഇയാളുടെ വാലൻസി എന്താണോ അത് ഇങ്ങോട്ടും, ഇയാളുടെ വാലൻസി എന്താണോ അത് ഇങ്ങോട്ടും ക്രോസ് ചെയ്യലല്ലേ. അപ്പൊ എന്താ കിട്ടുക? A2O3 കിട്ടുക. എന്തുകൊണ്ട് നമ്മൾ ഈ ബോറോൺ എടുക്കാൻ കാരണം സൈസ്. ഇതിൽ നമുക്ക് ലീസ്റ്റ് അറ്റോമിക് റേഡിയസ് ആവണമെന്നുണ്ടെങ്കിൽ ആറ്റത്തിന്റെ സൈസ് കുറയണം. അതിൽ ഏറ്റവും കുറവ് സൈസ് ഉള്ള ആറ്റത്തിന് എടുത്തിട്ട് അയാളുടെ വാലൻസി എഴുതി വെക്കുക. ഓക്സിജന്റെ വാലൻസി പൊതുവെ -2 ആണ്. അതുകൊണ്ട് ഇത് ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് A2O3 ആണ് കിട്ടുക. ഓപ്ഷൻ 1 ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക.